ദൈവം എനിക്ക് സൗഖ്യം തന്നു. ദൈവം എനിക്ക് സൗഖ്യം തന്നു. ബ്രദർ അനി ജോർജ് ദോഹയിൽ ശുശ്രൂഷിക്കുന്നു. ജൂൺ 27 മുതൽ ജൂലൈ 1 വരെ എല്ലാ ദിവസവും വൈകിട്ട് 5 മുതൽ 8 വരെ. ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ്, ഹോൾ നമ്പർ 8, IDCC ബിൽഡിംഗ് നമ്പർ 1, റിലീജിയസ് കോംപ്ലക്സ്, ഖത്തർ. More details, Brother Tijo, 339-399-21. ജീസസ് വോയിസിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസം നിങ്ങളോട് ചേർന്ന് ദൈവവചനം പങ്കിടാൻ കർത്താവ് ഒരുക്കിയ അവസരം ഒരു ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇതൊരു അത്ഭുതത്തിൻ്റെ ദിവസമാണ്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ദൈവം തരുന്ന വചനം ഭയങ്കര ശ്രേഷ്ഠമേറിയ വചനമാണ്. ഈ വചനത്തിലൂടെ ഹൃദ്യമായി കർത്താവ് നിങ്ങളോട് സംസാരിക്കും. നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആൾ കൈ നീട്ടി നിങ്ങളുടെ തോളത്ത് തൊടുന്ന പോലെ ഈ വചനം നിങ്ങളെ തൊട്ട് സംസാരിക്കും. ഇന്ന് ഈ വചനം നിങ്ങളുടെ മുമ്പിൽ എത്തുവാൻ കാരണം ഒരു ഫാമിലിയാണ്. നിങ്ങൾ ആ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവർക്ക് ദൈവം കൊടുത്ത വരുമാനത്തിൽ നിന്ന് ഒരു ഭാഗം ചെലവഴിച്ചാണ് ഈ ജനലക്ഷങ്ങളുടെ അടുക്കലേക്ക് വചനം എത്തിച്ചത്. ആ ഫാമിലിയെ നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണം. നമുക്ക് കർത്താവിൻ്റെ വചനത്തിലേക്ക് കടക്കാം. വിക്കുള്ളൊരു മോശയെ കൊണ്ട് ദൈവം തമ്പുരാൻ 40 ലക്ഷം ജനത്തെ വിടുവിച്ചെടുത്തെങ്കിൽ നല്ലതായിട്ട് സംസാരിക്കാൻ അറിയാം നിന്നെ കൊണ്ട് എത്ര ലക്ഷത്തെ വിടുവിക്കും. നമ്മൾ നമ്മുടെ വിടുതൽ മാത്രമല്ല, ഈ പ്രസംഗം നടത്തുമ്പോൾ എനിക്ക് വിടുതൽ കിട്ടേണ്ട മേഖലകളുണ്ട്. ഞാൻ അതിനുവേണ്ടി ഭാരപ്പെടേണ്ട. ഞാൻ നിങ്ങളുടെ വിടുതലിന് പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് എവിടെ വിടുതൽ കിട്ടിക്കോളൂ. വിശ്വാസമായ ഏറ്റവും വലുത്. രോഗത്തെ നോക്കി ചിരിച്ചോണ്ട് പറയണം, വിശ്വാസത്താല രോഗത്തെ ഞാൻ ജയിക്കും, വിശ്വാസത്താല കടഭാരത്തെ ഞാൻ ജയിക്കും, വിശ്വാസത്താല പ്രതിസന്ധിയെ ഞാൻ ജയിക്കും. ബ്രദർ, എത്ര ലക്ഷം നിനക്ക് കടമുണ്ടെങ്കിലും വീട്ടാൻ ദൈവത്തിന് സെക്കൻഡുകൾ മതി. അധികാരം ഇവിടെ ചലിക്കാൻ പോകുകയാ. ചില വീടുകൾക്കകത്ത് വിശ്വസിക്കാൻ പറ്റാത്ത ഡെലിവറൻസുകൾ നടക്കാൻ പോകുകയാ. നിന്റെ കുടുംബം ശൂന്യമായി പോയി എന്ന് പറഞ്ഞു പരത്തിയ ചിലരോട് എന്റെ ദൈവം പറയുക, അല്ല, ഇവൻ തീരുവല്ല, ഇവൻ വെളിച്ചത്ത് വരാൻ പോവുക. നീ അസ്തമിച്ചെന്ന് ചിലരൊക്കെ പറഞ്ഞു വരുത്തി. നോ, അല്ല, നീ വെളിച്ചത്ത് വരും. യോസഫിനെ പിടിച്ച് പൊട്ടക്കുഴിക്കകത്തോട്ട് ഇട്ടപ്പം ചേട്ടന്മാരെല്ലാം പറഞ്ഞു സ്വപ്നം അവസാനിച്ചെന്ന്. യോസഫ് അകത്ത് കിടന്ന് പറഞ്ഞു, അവസാനിക്കുവല്ല, തുടങ്ങുക പരിപാടി. നീ തീർന്നെന്ന് പറഞ്ഞെടുത്തുനിന്ന് ദൈവം പറയാം, ഞാൻ തുടങ്ങാം. നീ അവസാനിച്ചെന്ന് പറഞ്ഞെടുത്ത് ദൈവം പറയാം, ഞാൻ തുടങ്ങാം. നീ അസ്തമിച്ചെന്ന് പറഞ്ഞെടുത്ത് ദൈവം പറയാം, ഞാൻ തുടങ്ങാം. ദൈവം പറയുന്നു, ദൈവം തുടങ്ങാൻ പോകുകയാ. ആരോടൊക്കെയോ പരിശുദ്ധാത്മാ പറയുന്നു, ദൈവം തുടങ്ങാൻ പോകുന്നു. ശ്രദ്ധിച്ചേ, നമ്മൾ വാക്യത്തിലേക്ക് വരാം. ഹല്ലേലൂയ. അടുത്തിരിക്കുന്ന കൈ കൊടുത്തിട്ട് പറ, ഞാൻ മറഞ്ഞിരിക്കത്തില്ല, ഞാൻ വെളിച്ചത്ത് വരും. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ജീസസ്, ഹല്ലേലൂയ. യെശയ്യാ പ്രവചനം 9-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, ഇരുട്ടിലിരുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. ആരാ വെളിച്ചം? ക്രിസ്തു. ഒരാമയും പറഞ്ഞാട്ട്. ഇരുട്ടിലിടുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. ആരാ വെളിച്ചം? ആ വെളിച്ചം യേശുക്രിസ്തു. പ്രൈസ് ഗോഡ്. യേശുക്രിസ്തു എന്ന വെളിച്ചത്തെ കണ്ടെത്തിയവരെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. വേദപുസ്തകത്തിൽ ഞാൻ എന്നെ പരിശുദ്ധാത്മാവ് നയിക്കുന്നൊരു ഭാഗത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് വായിക്കാം ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 24-ാമത്തെ വാക്യം മുതൽ. ശ്രദ്ധിച്ചു കേൾക്കണം. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം 11-ാം അധ്യായം 24-ാം വാക്യം. അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപോയിട്ട് നീരില്ലാത്ത പ്രദേശങ്ങളിൽ തണുപ്പ് തിരഞ്ഞു നടക്കുന്നു. കാണാഞ്ഞിട്ട് ഞാൻ വിട്ടുപോകുന്ന വീട്ടിലേക്ക് മടങ്ങി ചെല്ലുമെന്ന് പറഞ്ഞു.
ചെന്ന് അത് അടിച്ചുവാരിയും അലങ്കരിച്ചും കാണുന്നു. അപ്പോൾ അവൻ പോയി തന്നിലും ദുഷ്ടതയേറിയ 7 ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവരുന്നു. അവയും അതിൽ കടന്ന് പാർത്തിട്ട് ആ മനുഷ്യന്റെ പിന്നത്തെ സ്ഥിതി മുമ്പിലത്തേതിനേക്കാൾ വല്ലാത്തതായി ഭവിക്കും. യേശുക്രിസ്തു ഇത് പറയുമ്പോൾ വളരെ വ്യക്തമായി ഒരു കാര്യം നമ്മെ പഠിപ്പിക്കുക. നമ്മൾ ഇന്ന് അവിടേക്കാ ധ്യാനിക്കുന്നത്. ഞാനൊരു ഉറപ്പ് തരിക, എവിടുന്നൊക്കെയോ എന്തൊക്കെയോ ഇന്ന് പകൽ മാറിപ്പോകും. ഒന്നുകൂടെ പറയാം, എവിടുന്നൊക്കെയോ എന്തൊക്കെയോ ഇന്ന് പകൽ മാറിപ്പോയിരിക്കും. വിശ്വസിക്കുന്നവരൊന്നിച്ച് ആമീൻ പറഞ്ഞാട്ട്. ഈ മെസ്സേജ് നടക്കുമ്പോൾ തന്നെ മാറിപ്പോയിരിക്കും. ലൂക്കോസ് 11:24 മുതൽ. അശുദ്ധാത്മാവ് ഒരു മനുഷ്യന് വിട്ടുപോയിട്ട് നീരില്ലാത്ത പ്രദേശങ്ങളിൽ തണുപ്പ് തിരിഞ്ഞു നടക്കുന്നു. കാണാഞ്ഞിട്ട് ഞാൻ വിട്ടുപോകുന്ന വീട്ടിലേക്ക് മടങ്ങിച്ചെല്ലുമെന്ന് പറഞ്ഞു ചെന്ന് അത് അടിച്ചുപാരിയും അലങ്കരിച്ചും കാണുന്നു. അപ്പോൾ അവൻ പോയി തന്നിലും ദുഷ്ടതയേറിയ 7 ആത്മാക്കളെ കൂട്ടിക്കൊണ്ടുവരുന്നു. അവയും അതിൽ കടന്ന് പാർത്തിട്ട് ആ മനുഷ്യന്റെ പിന്നത്തെ സ്ഥിതി മുമ്പിലത്തേതിനേക്കാൾ വലുതായി ഭവിക്കും. അശുദ്ധാത്മാവ് വസിക്കുന്ന ഒരു ഭവനത്തെക്കുറിച്ചാണ് ഇവിടെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അശുദ്ധാത്മാവ് വസിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു ഭവനം, അതിൽ വ്യാപരിക്കുന്ന അശുദ്ധാത്മാവിനെ ശാസിക്കുന്ന രംഗമാണ് ഈ ഭാഗത്ത് എഴുതി വച്ചിരിക്കുന്നത്. ഒരിക്കൽ കൂടെ നമുക്ക് വായിച്ചു കേൾക്കാം. അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപോയിട്ട് നീരില്ലാത്ത പ്രദേശങ്ങളിൽ തണുപ്പ് തിരഞ്ഞു നടക്കുന്നു. പിന്നെ കാണാഞ്ഞിട്ട് ഞാൻ വിട്ടുപോകുന്ന വീട്ടിലേക്ക് മടങ്ങിച്ചെല്ലുമെന്ന് പറഞ്ഞ് ഇവിടെ ദൂത് തുടങ്ങുക. വിട്ടുപോയ ഭവനത്തിലേക്ക് ആ അശുദ്ധാത്മാവ് തിരികെ വന്നു. പ്രൈസ് ഗോഡ്. തിരികെ വന്നപ്പം ആമി അവിടെ കണ്ട കാഴ്ച ഒന്ന് വായിച്ചേ. ചെന്ന് അത് അടിച്ചുവാരി അലങ്കരിച്ചു കാണുന്നു. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ട്. അപ്പൊ ഒരു കാര്യം ഉറപ്പാ, അശുദ്ധാത്മാവ് ഇറങ്ങിപ്പോയാൽ അവിടെ അടിച്ചു വാരാൻ തോന്നും, അലങ്കരിക്കാൻ തോന്നും. എന്നോട് ഈ വാക്യം ഇന്ന് രാവിലെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പറഞ്ഞു, ചില വീടുകളെ ദൈവം ഭംഗിയുള്ളതാക്കി മാറ്റാൻ പോവുക. ചില വീടുകൾക്കകത്ത് ദൈവിക അനുഗ്രഹങ്ങൾ നിലനിൽക്കാൻ പോവുക. നിന്റെ വീടിനെ നോക്കി ആൾക്കാർ വിളിച്ചു പറയാൻ പോവുക, അവന്റെ വീടിനകത്ത് പോയാൽ ഭയങ്കര അനുഗ്രഹമാ, അവന്റെ വീടിനകത്ത് ഭയങ്കര നന്മയാ, അവന്റെ വീടിനകത്ത് ശാപം വസിക്കുന്നില്ല. എനിക്കറിയത്തില്ല, പരിശുദ്ധാത്മാവ് എനിക്കിവിടെ കാണിച്ചുകൊണ്ടിരിക്കുക. അമ്മേ, ദൈവം ഇന്ന് ചില വീടുകളെ വിടുവിക്കാൻ പോകുകയാ. അമ്മേ, നിന്റെ കാൽ കീഴിൽ സമാധാനത്തിന്റെ ദൈവം സാത്താനെ നിന്റെ കാൽ കീഴിൽ നിന്ന് ചതച്ചു കളയും. വിശ്വസിക്കുന്നവർ ചേർന്ന് രാമയും പറഞ്ഞാട്ട്. അപ്പം അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപോയി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ആ വീട് അടിച്ചു വാരി എന്ത് ചെയ്തു? അലങ്കരിച്ചു. ഒരാമയും വരുന്നില്ല. ആ അശുദ്ധാത്മാവ് തിരിച്ചു വന്നപ്പോൾ ആ വീട്ടിൽ എന്ത് ചെയ്യാൻ പറ്റിയില്ല? കയറാൻ പറ്റിയില്ല. ഒരാമയും പറഞ്ഞാട്ട്. ഇന്ന് പകൽ എനിക്ക് ഒരു ദൂത് പറയാനുണ്ട്. വിട്ടുപോയ പലതും തിരിച്ചു വരുമ്പോൾ കയറാൻ വയ്യാത്ത പോലെ നിന്റെ വീടിന്റെ അന്തരീക്ഷം ചേഞ്ച് ആകും. ഒന്നാമത്തെ ദൂത്, ഇന്ന് ചിലത് വിട്ടുപോകും. ഇനിയും തിരിച്ചു വന്നാൽ കയറാൻ പറ്റത്തില്ല. അതുപോലെ ചില വീടിനെ ദൈവം അലങ്കരിക്കാൻ പോകുകയാ. എനിക്കറിയത്തില്ല, നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇനിയും അശുദ്ധാത്മാവ് നിന്റെ വീട്ടിൽ വസിക്കത്തില്ല, ഇനിയും അശുദ്ധാത്മാവ് നിന്റെ കുടുംബത്തെ കുരുക്കത്തില്ല, ഇനിയും നിന്റെ വീടിനകത്ത് നഷ്ടം വരുത്തത്തില്ല, ഇനിയും നിന്റെ വീടിനകത്ത് അനർത്ഥം വരുത്തത്തില്ല. എന്നോട് യേശു ഇങ്ങനെ പറയുന്നു, ചില അശുദ്ധാത്മാക്കൾ നിന്റെ വീട്ടിൽ നിന്ന് പറന്നു പോകട്ടെ. യേശുവിന്റെ രക്തം ചെയ്യും, യേശുവിന്റെ രക്തം. ചില സൂയിസൈഡ് ടെൻഡൻസി, ആത്മഹത്യാ പ്രേരണ തരുന്ന ചില ദുരാത്മാക്കൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നു. ഒന്നുകൂടെ കയറി പറയാം, ചില വീട്ടിൽ സാമ്പത്തിക നഷ്ടം. ഒരു വെളിപ്പാട് എനിക്ക് ദൈവം തരുന്നു. എത്ര സമ്പത്ത് കൊണ്ടെന്നാലും അത് വീട്ടിൽ നിൽക്കാതെ ഒഴുക്കിക്കളയുന്ന ഒരു ശക്തി നിന്റെ വീടിനകത്ത് ഇറങ്ങിപ്പോകുന്നു. യേശുവിന്റെ നാമത്തിൽ ഇത് സംഭവിക്കട്ടെ. നിന്റെ വീടിനകത്ത് നിക്ഷേപം ഉണ്ടാകുമെന്ന ബൈബിള്. നീതിമാന്റെ ഭവനത്തിൽ നിക്ഷേപം ഉണ്ടാകുമെന്ന വചനം. ഹല്ലേലൂയ. നമ്മുടെ വീടിനെ കുറിച്ച് ഒരു വാക്യം പറഞ്ഞുതരാം. ഐശ്വര്യവും സമ്പത്തും നിന്റെ, ഞാൻ പ്രസംഗിച്ചാൽ പറയും, എൻ്റെ വീട്ടിൽ ഉണ്ടാകും. വലതേ കൈ ഒന്ന് ഉയർത്തിക്കേ. എന്നിട്ട് പറഞ്ഞ ഐശ്വര്യവും സമ്പത്തും എൻ്റെ വീട്ടിൽ ഉണ്ടാകും. എടാ, വിശ്വസിക്കുന്ന പറയുന്ന പോലെ സംഭവിക്കുന്നത്. നീ പറയാത്തോണ്ടാ അതിൻ്റെ പ്രശ്നം. ഹല്ലേലൂയ. രോഗത്തെ നോക്കി പറ, രോഗമേ നിനക്ക് ഇവിടെ ഇരിക്കാനുള്ളതല്ല, നിനക്ക് പോകാം. ഒരാമയും പറഞ്ഞത്. കടഭാരമേ നിനക്ക് ഇവിടെ ഇരിക്കാവുന്നതല്ല, നിനക്ക് പോകാം. അപ്പം ഈ ചില കട ഉണ്ടാകുന്നത് തകർക്കാനല്ല, വലിയ വിടുതൽ കാണിക്കാനാണ്. പ്രവാചകന് കട ഉണ്ടായിരുന്നതാണ്, പ്രവാചക ശിഷ്യന്.
പ്രവാചകന്റെ ഭാര്യയെ ഒരിക്കൽ പ്രവാചകൻ എടുക്ക ചെന്ന് പറഞ്ഞു, പ്രവാചക, എൻ്റെ ഭർത്താവ് നിന്റെ ദാസൻ യഹോവ ഭക്തനായിരുന്നു, കടക്കാരൻ്റെ മക്കളെ പിടിക്കുന്നു. അപ്പോൾ ഭക്തന്മാർക്ക് എന്തുണ്ടാവും? കടമുണ്ടാകും. പക്ഷേ കടമുണ്ടായാൽ അതിനകത്തുനിന്ന് ഉണ്ടാകുന്ന വിടുതൽ അത്ഭുതമായിരിക്കും. എന്നോട് ദൈവം പറയാ, ചില വീടിനകത്തുനിന്ന് നന്മ ഒഴുക്കി കളയുന്ന ദുരാത്മാവ് എത്ര ആശുപത്രി കൊടുത്താലും പിന്നെ കൊടുപ്പിക്കുന്ന ദുരാത്മാവ് ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ ചില വീട്ടിൽ നിന്നും നീങ്ങിപ്പോകുക. എൻ്റെ കൺമുമ്പിൽ നിൽക്കുന്ന രംഗമാണ് 1 മീറ്റർ തുണി കീറി മാറ്റുന്ന പോലെ നിന്റെ പ്രതിസന്ധിയെ ദൈവം കീറി മാറ്റും. ട്രെയിനിന്റെ ബോഗികൾ തമ്മിൽ വേർതിരിക്കുന്നത് പോലെ നിന്നെയും ദുഷ്ടനെയും തമ്മിൽ ദൈവം വേർതിരിക്കും. ഈ പിശാച് ചില വീടുകളിൽ ഫൈറ്റ് ചെയ്യുന്നൊരു കാര്യം നിങ്ങളോട് പറയാം. 1 ലക്ഷം രൂപ നിങ്ങൾ ജോലി ചെയ്ത് കൊണ്ടുവന്നു ചോദിച്ചാൽ, ബിസിനസ് ചെയ്ത് 1 ലക്ഷം രൂപ കൊണ്ടുവന്നു. ഓ ബ്രദറെ, എത്ര ആണെന്നറിയോ? 1 ലക്ഷം അങ്ങോട്ട് വീട്ടിലോട്ട് കൊണ്ടുവച്ചാൽ അന്ന് വൈകുന്നതിനിപ്പുറം 2 ലക്ഷം രൂപയുടെ ആവശ്യം വീട്ടിലുണ്ടാവും. അമ്മീ വരുന്നില്ല, വേറെ ഒന്നുമില്ല. മോൻ ബൈക്കേ പോയി ഒരുത്തിനിട്ട് ഇടിച്ചു, അവൻ മയങ്ങി താഴെ വീണു, അവനെ ആശുപത്രി കൊണ്ടുപോയി 80,000 ആയി. മിണ്ടുന്നില്ല. ഹല്ലേലൂയ, ജീസസ്. ഒരിക്കലും ബൈക്ക് അടിച്ച കിക്കർ കേടാത്തവൻ പിറ്റേന്ന് ബൈക്ക് അടിച്ചപ്പോൾ കിക്കർ ഒടിഞ്ഞു പോയി. കിക്കർ അടക്കം അമ്മ അവിടെ ചെന്നപ്പോൾ പറഞ്ഞ് അകത്തുനിന്നേ ഒടിഞ്ഞത്, അത് മാറിയപ്പോൾ 25,000. കണ്ട മിണ്ടുന്നില്ല. ഹല്ലേലൂയ. ചുരുക്കി പറഞ്ഞാൽ 1 ലക്ഷം വന്ന് 2 ലക്ഷം കൊണ്ടുപോയി. 10 വർഷം കൊണ്ട് അങ്ങനെ. ഈ നില ഇന്നും പൊട്ടണം. ഒരാമീൻ പറഞ്ഞാട്ടെ. നിന്റെ കൈയുടെ അധ്വാന ഫലം നീ തിന്നുമെന്ന വചനം അത് മറ്റൊരുത്തൻ അനുഭവിക്കത്തില്ല. ഹോസ്പിറ്റലിൽ നിന്റെ നന്മകളെ കൊടുക്കുന്ന ആ ഒരു പ്രവണതയ്ക്ക് എൻ്റെ ദൈവം അറുതി വരുത്തട്ടെ. ജീസസ് നെയിം. എനിക്ക് ദൈവം ഉറപ്പ് തന്നു, ചില വീടുകൾക്കകത്തുനിന്ന് ചിലത് പറന്നു പോകും. വൃക്ഷത്തെ പിടിച്ചു കുലുക്കുമ്പോൾ പക്ഷിക്കൂട്ടം പറക്കുന്ന പോലെ നിന്റെ വീട്ടുപേര് പറഞ്ഞ് ദൈവം പറയുക, നിന്റെ കുടുംബത്തിൽ നിന്ന് അത് പറക്കട്ടെ, നിന്റെ തലമുറമെന്നത് പറക്കട്ടെ, നിന്റെ കൂടാരത്തിനകത്തുന്നത് പറക്കട്ടെ, നിന്റെ സമ്പത്തിനകത്തുന്നത് പറക്ക. അമ്മ മനസ്സിലാക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുക. ചിലർക്കറിയാം ഇന്ന് പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില വീടിനകത്തു നിന്ന് നഷ്ടം വരുത്തുന്ന, കഷ്ടം വരുത്തുന്ന, എത്ര സമ്പത്ത് കൊണ്ടുവന്നാലും അതിനെയെല്ലാം പെരുവഴിയിലാക്കുന്ന ആ ദുർശക്തി ഇന്ന് പകൽ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. വിശ്വസിക്കുന്നവർ ഒന്നിച്ചാൽ ആമീൻ പറഞ്ഞാട്ട്. അടുത്തിരിക്കുന്ന കൈ കൊടുത്തിട്ട് പറ, ചിലതൊക്കെ മാറിപ്പോകുമെന്ന് പറ. എനിക്കറിയത്തില്ല, ഇന്ന് തന്നെ നിന്റെ വീടിനകത്ത് ചിലത് സംഭവിക്കും, നിന്റെ കുടുംബത്തിനകത്ത് ചിലത് സംഭവിക്കും, നിന്റെ തലമുറമേ ചിലത് സംഭവിക്കും. നിനക്ക് ആരും പ്രവചിക്കേണ്ട, നിനക്കത് ഫീൽ ചെയ്യും. എൻ്റെ വീട്ടിൽ നിന്ന് ആ ഇരുട്ട് പൊട്ടിയെന്ന് ഫീൽ ചെയ്യും. ഞാനിവിടെ വന്നത് 5 മിനിറ്റ് പ്രസംഗിച്ചുകൊണ്ട് നിൽക്കാൻ വേണ്ടി മാത്രമല്ല. എന്നോട് പറഞ്ഞു, അധികാരത്തിന്റെ വാള് കയ്യിലെടുക്ക്, ഞാൻ ചിലതിനെ മുറിച്ചു മാറ്റാം. ഇന്ന് പകൽ ജനത്തിന്റെ നടുവിൽ ഒരു വിടുതൽ ആവശ്യമാണ്. എന്നെ കഴിഞ്ഞ ദിവസം വെല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് ഒരു ബ്രദർ ഫോൺ വിളിച്ചു. ഹല്ലേലൂയ. അദ്ദേഹത്തിൻ്റെ മോക്ക് ക്യാൻസറാണ്. പ്രൈസ് ഗോഡ്. അദ്ദേഹം വർഷങ്ങൾ കൊണ്ട് അബുദാബി ജോലി ചെയ്യുന്ന ആളാണ്. എൻ്റെ ഒരു സ്നേഹിതനാണ്. ഹല്ലേലൂയ. എന്നോട് മോക്ക് ക്യാൻസറാന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ഭാര്യയൊക്കെ ജോലി വിട്ടേച്ച് വെല്ലൂർ വന്ന് ഒരു വീടെടുത്ത് താമസിക്കുക. ഇന്നലെ എന്നോട് ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്ത പറഞ്ഞു, എൻ്റെ ബ്രദറെ ചികിത്സിച്ച് മടുത്തു, 6 മാസമായി ചികിത്സിക്കുക, ഏറ്റവും കൂടിയ ഫെസിലിറ്റിയിലാണ് ചികിത്സിക്കുന്നത്, വീടെടുത്ത് താമസിക്കുക. എന്നോട് ഞാൻ ചോദിച്ചു ബ്രദറെ എന്നാ ചെലവായി? ഉത്തരം, കോടി കഴിഞ്ഞു. ഗ്ലോറി. ഞാൻ പറഞ്ഞു, ചികിത്സ അങ്ങോട്ട് നിർത്താം, ഞങ്ങളൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഗ്ലോറി. നീ നീണ്ട വർഷങ്ങൾ അധ്വാനിച്ചുണ്ടാക്കിയതല്ല ഒരു കാരണം പറഞ്ഞ് നിന്റെ വീട്ടിൽ നിന്ന് ഊറ്റി പിഴിയുന്നവനെ ഇന്ന് പകൽ നീ ശാസിച്ചാ പറ്റൂ. വിശ്വാസം കൊണ്ട് ആമീൻ പറഞ്ഞാട്ട്. എനിക്കറിയത്തില്ല, ഇവിടെ ഭയങ്കര ഒരു ശുശ്രൂഷ നടക്കാൻ പോവുക. ആ ഒഴുക്കിനെ ദൈവം മുറിക്കട്ടെ. നിന്റെ നന്മയെ കാർന്നു തിന്നുന്ന ശക്തിയെ ദൈവം മുറിക്കട്ടെ. അപ്പൊ അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപോയി. പോയിട്ട് അത് നീരോട്ടം തണുപ്പ് തപ്പി നടന്നു. എനിക്ക് ഒത്തിരി അർത്ഥമുണ്ട്, അങ്ങോട്ടൊന്നും പോകുന്നില്ല. തിരിച്ചു വന്നപ്പോ കയറാൻ പറ്റാത്തവർ ആ വീട് അടിച്ചു വാരി എന്ത് ചെയ്തിരിക്കുക. ഹല്ലേലൂയ. ദുഷ്ടം ഭയങ്കരൻ. അവൻ എന്ത് ചെയ്യുന്നറിയാം? അവൻ പോയി തന്നെക്കാട്ടി ശക്തിയുള്ള 7 പേരെ കൂടെ കൂട്ടി. ഒന്നും മിണ്ടുന്നില്ല. പക്ഷെ 7 പേരെ അവൻ കൂട്ടുമ്പോൾ ആ 7 പേർക്കും കടക്കാൻ ഒക്കാതെ വണ്ണം നിന്റെ വീടിനെ സേഫ് ആക്കേണ്ടത്, നീ ഉറപ്പിക്കേണ്ടത് നിന്റെ കടമയാണ്. എങ്ങനെ ഉറപ്പിക്കണം? വചനത്തിൽ ഉറപ്പിക്കണം. സാത്താൻ ദൈവസന്നിധി ചെന്നപ്പോഴേ ദൈവം ചോദിച്ചു, സാത്താൻ നീ എവിടുന്ന് വരിക? ഞാൻ ഭൂമിയിലൊക്കെ ഒന്ന് ഊടാടിയച്ചേ
എന്ന് പറഞ്ഞാൽ കൊല്ലത്തൂടൊക്കെ പോയി ഒന്ന് ഹൗസ് വിസിറ്റ് നടത്തിച്ച് വരുവാന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ വെച്ചു, നീ എൻ്റെ ദാസനായ ഇയ്യോബിൻ്റെ മേൽ ദൃഷ്ടി. എടാ, രക്ഷിക്കപ്പെട്ടവനെ നോക്കിയാൽ തന്നെ തമ്പുരാൻ ചോദിക്കും. നീ ആളില്ലാത്ത അനാഥനല്ല. നാം ഈ പഞ്ചായത്തുകാർ കൊണ്ട് യാമി വേസ്റ്റ് തട്ടുന്ന ഡംപിങ് യാർഡല്ല. നീ മനസ്സിലാക്ക്, നിന്നെ നോക്കിയാൽ കണക്ക് ചോദിക്കും ദൈവം. നീ എൻ്റെ ദാസനായ ഇയ്യോബിൻ്റെ മേൽ. എന്നെ സാത്താൻ പറയാ, കർത്താവെ എങ്ങനെയാ നോക്കുന്നത്? നീ അവനും അവൻ്റെ വീടിനും അവനുള്ള സകലത്തിനും വേലി കെട്ടിയേക്കുവാ എന്ന് പറഞ്ഞാൽ, ഒന്ന് അവന്, രണ്ടവൻ്റെ വീടിന്, മൂന്ന് അവനുള്ള. മനസ്സിലായല്ലേ? കൊല്ലത്തുകാരന് അഞ്ചലും ആയൂരും സ്ഥലമുണ്ടെങ്കിൽ അവിടെ എല്ലാം വേലിയാണ്. ഇവിടെ കിട്ടിയില്ല. ദ്രാവക ജംഗമ വസ്തുക്കൾക്കെല്ലാം വേലിയാ. ഒരാമീൻ പറഞ്ഞാട്ട് ശ്രദ്ധിക്കണേ, ആ വേലി എന്തുവാ? ഹല്ലേലൂയ. പ്രവചനത്തിൽ എഴുതിയിട്ടുണ്ട്, ഞാൻ എൻ്റെ ജനത്തിന് ചുറ്റും തീമതിലായിരിക്കും. പിശാചിന്റെ ശക്തികൾക്ക് ഭേദിക്കാൻ പറ്റാത്ത ഒരു മതില നിനക്ക് ദൈവം വെച്ചിരിക്കുന്ന മതില്. ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ, നിങ്ങൾ എന്നോട് പെണുങ്ങല്ലേ, ഞാനൊരു മർമ്മം നിങ്ങളോട് പറയാം. കർത്താവിൻ്റെ സ്തോത്രം. ഒരു മന്ത്രവാദിക്കും നിന്നെ തൊടാൻ പറ്റത്തില്ല, നിന്റെ വേലി ഉറപ്പാണെങ്കിൽ. ഒരാമീൻ പറഞ്ഞാട്ട് പറ്റത്തില്ല. ഈ ചില ഉപദേശിമാരൊക്കെ ഇങ്ങനെ ഭൂതങ്ങൾ ഇളകും. ഉടനെ ഭൂതം ഇങ്ങനെ വർത്താനം പറയും. അത് കേട്ടില്ല, കേട്ടോ കേട്ടോ. അപ്പോൾ എന്താ ഭൂതം പറയുന്നത് കേൾക്കാനാണ് യോഗം വെച്ച്? ഭൂതത്തെ കൊണ്ട് വാതുറപ്പിക്കരുത്. അവൻ പോഷ്കിൻ്റെ അപ്പനും. ഒരാമ്യം വരുന്നില്ല. ഹല്ലേലൂയ. ചിലൊക്കെ പറയും, ഭൂതം ഒന്ന് ഇളകണം, ശുശ്രൂഷയുണ്ടോ എന്നറിയാം. ഭൂതമാണോ നിന്റെ ശുശ്രൂഷ അറിയുന്നത്? കണ്ട് മനസ്സിലായില്ല. ആവേശത്തിന് കയറി അങ്ങ് പറയുന്ന. ഒരു സ്ഥലത്ത് ഒരു ഭൂതം ഇളകിയിട്ട് പറഞ്ഞു, ഞാൻ മറിയാമ്മയാ, ഞാൻ മറിയ. ഇത് കേട്ട് ഉപദേശിച്ച് പറയാം, മറിയ വെളിപ്പെടട്ടെ. ഒരാമ്യം വരുന്നില്ല. എൻ്റെ ഉപദേശം നിനക്കും ഒരു വെളിവില്ലയോ? സ്തോത്രം. പോഷ്കിൻ്റെ അപ്പം പറയുന്നതിനാന്ന് യേശു പറയുന്നു. അല്ല, നോ. ഭൂതം സഭയ്ക്കകത്ത് ചലിക്കാൻ പാടില്ല. ഭൂതങ്ങൾ അഭിഷക്തന്മാർ വിട്ടുപോകാൻ പറഞ്ഞ പൊക്കോണം. പിന്നെ അവർക്ക് ഇവിടെ അധികാരമില്ല. ഒരു ഭൂതമൊക്കെ ഇളകി ഞങ്ങൾക്കറിയാം, ഈ മുമ്പിൽ കൊണ്ടുവന്നിട്ട് 1/2 മണിക്കൂർ കളിപ്പിക്കാൻ. നമ്മൾ പറയുന്ന പോലെയൊക്കെ ഭൂതം കേൾക്കും. പക്ഷെ അതല്ല ശുശ്രൂഷ. അഭിഷക്തൻ നോക്കി ആ ഭൂതം പൊക്കോണം. ഒരാമീൻ പറയണം. ദൂതിന്റെ പ്രധാന ഭാഗത്തേക്ക് വരുന്നു. അവൻ പോയച്ച് 7 പേരെയും കൊണ്ട് വന്നപ്പോൾ ഇവിടെ കയറാൻ പറ്റാത്ത അന്തരീക്ഷം നീ ഉണ്ടാക്കണം. എവിടെ? നിന്റെ ഭവനത്തിനകത്ത്. ഞാൻ വീണ്ടും പ്രസംഗിക്കുക, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാണ്. യേശു പറഞ്ഞു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാണ്, നിങ്ങളും ലോകത്തിൻ്റെ വെളിച്ചം. കാരണം എന്താ? മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിന്റെ ഉള്ളിലിരിക്കുന്നു. അടുത്ത ഭാഗം കേട്ടോണേ. ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് അവൻ നമ്മെ എന്ത് ചെയ്തു? വിടുവിച്ചു. പത്രോസിന്റെ ലേഖനം, അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശം. സാധാരണ പ്രകാശത്തിലല്ല വെളിച്ചം. എവിടാ? വാതുറന്ന് പറഞ്ഞു, എന്താ പ്രകാശം? അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശം. അത്ഭുതം ചെയ്യാൻ കഴിവുള്ള പ്രകാശം. ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്. നിന്നെ അന്ധകാരത്തിൽ നിന്ന് പിഴുതെടുത്തത് ഒരു വെളിച്ചത്തിലേക്കല്ല, അത്ഭുത പ്രകാശം. ഇനി വിളിച്ചത് എന്തിനാ? നിങ്ങൾ വിളിച്ചവന്റെ സൽഗുണങ്ങളെ, കർത്താവിൻ്റെ നല്ല ഗുണങ്ങൾ ഇങ്ങനെ പറഞ്ഞു നടക്കണം. നിങ്ങൾക്ക് ഉയരാൻ താല്പര്യമുണ്ടോ? പണ്ടൊരാൾ പ്രസംഗിക്കുന്നത് കേട്ടു. അദ്ദേഹം വാടക വീട്ടിലാണ് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് വാടക വീട്ടിൽ വളർന്ന് വാടക വീട്ടിൽ മരിക്കണോ. ഞാനോർത്ത് ഇവനെ ഒന്നും ദൈവം അനുഗ്രഹിക്കണമെന്ന് വിചാരിച്ചാൽ പോലും പറ്റുകയില്ല. ഒരാമ്യം വരുന്നില്ല. അങ്ങനെയല്ല. ചില ആൾക്കാർ പറയാറുണ്ട്, ദൈവമക്കളെ ദുരുപദേശത്തിൻ്റെ പഠിപ്പിക്കലിൽ പോകരുത്. നമുക്കിവിടെ ഒന്നും കിട്ടിയില്ലേലും സ്വർഗത്തിൽ ചെല്ലുമ്പോൾ വലിയ വീടുണ്ട്. ഈ പഠിപ്പിക്കുന്ന പുള്ളി വന്ന കാർ എത്ര ലക്ഷം രൂപയുടെയാണെന്ന് ചോദിച്ചോണം. കുഞ്ഞെ, അങ്ങനെയല്ല. ഈ ഭൂമി താമസിക്കുമ്പോൾ നിനക്ക് അനുഗ്രഹങ്ങളൊക്കെ ദൈവം തരും. പക്ഷെ ഇതല്ല നിലനിൽക്കുന്ന അനുഗ്രഹം. അത് നിത്യതയില്ല. ഒരാമയും പറഞ്ഞാട്ട്. ഇവിടെ ദരിദ്രനായി ഇവിടെ ഭിക്ഷ എടുത്തുകൊണ്ട് നടന്ന് സ്വർഗത്തിൽ പോകണമെന്ന് ബൈബിളിലില്ല. മനസ്സിലായോ? നിന്നെ ദൈവത്തെ സേവിക്കുന്നവരും സേവിക്കാത്തവരും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. അത് വിശ്വസിക്കുന്നവർ ആമയും പറഞ്ഞാട്ട്. നിന്നെ ദൈവം അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. പിന്നെ നമ്മുടെ പ്രശ്നം എന്നറിയാമോ?
സ്വർഗത്തിലെ അനുഗ്രഹവും ഇവിടുത്തെ അനുഗ്രഹവും തമ്മിൽ വേർതിരിച്ച് പഠിക്കാത്തതുകൊണ്ടാണ്. ഇവിടുത്തെ അനുഗ്രഹം എന്തോ ചിലപ്പോൾ ഒരു കാറ് കിട്ടും, കണ്ടു മിണ്ടുന്നില്ല. അതെല്ലാം നാണിമേ കളിയാ അല്ലേ? ഒരാൾ പറയുക, നിങ്ങൾ ഞാൻ ഒന്ന് മനസ്സിലാക്കി തരാം നിങ്ങൾക്ക്. ബ്രദറെ, ഞാൻ വർഷങ്ങൾ കുവൈറ്റിലായിരുന്നു. ഞാൻ നാട്ടിൽ വന്നു. എൻ്റെ കയ്യിൽ 48 കോടി രൂപ ഉണ്ട്. മിണ്ടുന്നില്ല. ഗമയെടുത്ത് കസാറ ഇരിക്കാം. നീ ഗമ എടുക്കേണ്ട, ഒറ്റ മിസൈൽ ഇന്ത്യ വീണാൽ മതി. പിന്നെ നീ 99,999 രൂപ മാത്രമേ നിനക്ക് ബാങ്കിൽ നിന്ന് കിട്ടത്തുള്ളൂ. ബാക്കിയെല്ലാം അതാ പറഞ്ഞ ഇത് ഞാനുമേ കളിയാം. പിടികിട്ടിയോ? ബ്രദറെ, ഞാൻ 9,000 സ്ക്വയർ ഫീറ്റ് ഉള്ള വീട്ടിലാണ് താമസിക്കുന്നത്. അതിനെന്നാ? ഭൂമി അതിൻ്റെ ഭ്രമണപഥത്തിൽ ഒന്ന് കുലുങ്ങിയാൽ മതി. 9,000 സ്ക്വയർ ഫീറ്റിൻ്റെ അവിടെ 9 ലോഡ് ഇഷ്ടിക കാണും. ഉണ്ടെന്നില്ല. ബ്രദറെ, എന്നെ നോക്ക്, ഞാൻ സ്മാർട്ട്, എന്തോ ആരോഗ്യമുള്ള മനുഷ്യനാണ്, നോക്ക്. ഒരു കൊച്ചു വലിവ് വന്നാൽ മതി, ഗ്ലോറി. കട്ടിലെ കിടന്നുകൊണ്ട് വെള്ളം തായോ എന്ന് പറയും. ഇവിടുത്തെ അനുഗ്രഹവും സ്വർഗത്തിലെ അനുഗ്രഹം തമ്മിൽ കമ്പയർ ചെയ്ത് പഠിക്കാൻ പറ്റത്തില്ല. സ്വർഗത്തിൽ കിട്ടുന്ന ഇതൊന്നുമല്ല, സ്വർഗത്തിൽ നിലനിൽക്കുന്നതാ. ഇവിടെ നിലനിൽക്കാത്തതാ. ഒരാമയും പറഞ്ഞാട്ട്. ഇവിടെ 10 കോടി 100 കോടി നിനക്കൊണ്ടേലും ഇന്ന് മരിച്ചാൽ ഇന്ന് അടക്കം അല്ലേ? മരിക്കുമ്പോൾ നമുക്ക് 100 കോടി രൂപ ഉള്ള ഒരാൾ മരിച്ചാൽ ഉടനെ ആ പുള്ളിയെ 1 കോടി രൂപയ്ക്ക് അത് പൊതിയുമോ? 100 രൂപയ്ക്ക് താന്നൊരു വെള്ളപ്പതപ്പ്, അതിനുവേണ്ടി കടക്കാർ 100 രൂപയ്ക്ക് ഇറക്കിയിട്ട് വെള്ളപ്പതപ്പം, അതേ പുതപ്പിച്ച് 1 ടിന്ന് പൗഡറും അന്നിടും. ചാവുമ്പള ഏറ്റവും കൂടുതൽ പൗഡർ ഇടുന്നത് പൊട്ടിച്ച് ഒടുക്കലത്തെ ഇടിയില കൊടുക്കുക, പൊക്കോ. അണ്ണ മിണ്ടുന്നില്ല. ചിലൊക്കെ മരിക്കുമ്പോൾ ചുംബനം കൊടുക്കും. പണ്ട് ഒരു ഭാര്യ മരിച്ചുപോയി. മരിച്ചപ്പം ഭർത്താവ് അന്ത്യ വാക്ക് പറയുക, എൻ്റെ ഭാര്യ നല്ലവളായിരുന്നു, അവൾ മരിച്ചു, അവക്കും ഒരു വിടുതലായി, എനിക്കും ഒരു വിടുതലായി. ഓ എന്നാ. എന്നിട്ട് പ്രസംഗിച്ച കൂട്ടത്തിൽ പറഞ്ഞു, കടയിലെ കവർപ്പാല് വാങ്ങിച്ച് വിഷം കഴിച്ച് മരിക്കണ്ട എന്ന് കരുതി ഞാനൊരു പശുവിനെ വാങ്ങിച്ചു കൊടുത്തു. രാവിലെ പശുവിനെ കറക്കാൻ പോയപ്പോൾ പശു മർമ്മത്തൊരു തൊഴിച്ചു. അങ്ങനെ മരിച്ചേ. അടക്കുകൊല്ലം കഴിഞ്ഞ് എല്ലാവരും പോയിട്ടും ജുബായി ഇട്ടൊരു അച്ചായൻ പോകുന്നില്ല. അച്ചായൻ ചെവിച്ചെന്ന് പറഞ്ഞ് 5 ലക്ഷം രൂപ അതറിയാം. ആ പശുവിനെ ഒരാഴ്ചത്തേക്ക് എനിക്കും വേണം. എന്തിനാ? ഒരെണ്ണത്തിന് അവിടെ തൊഴിച്ചു കൊല്ലാനുണ്ട് പുള്ളിയുടെ ഭാര്യ. പിടി കിട്ടിയവർക്കായി സ്തോത്രം ചെയ്യുക. അപ്പം ഞാൻ പറഞ്ഞു വന്നതിൻ്റെ സാരം മനസ്സിലാക്കി. ഹല്ലേലൂയ. കുഞ്ഞെ, നിനക്ക് തരുന്ന ഇവിടുത്തെ അനുഗ്രഹം അല്ല സ്വർഗത്തിലെ അനുഗ്രഹം. ഇവിടുത്തെ അനുഗ്രഹം കിട്ടിയെന്ന് പറയുന്നതല്ല. ഈ അനുഗ്രഹം കിട്ടിയതും പിടിച്ചു വെച്ചുകൊണ്ടിരിക്കരുത്. കർത്താവിൻ്റെ വേലക്കൊക്കെ വാരി കൊടുക്കണം. എവിടെയാണ് മഴയുള്ളത്? ബൈക്കിൽ. തൊട്ടാ അറിയാമല്ലോ? അറിയാം. എത്ര നാളായിട്ടുണ്ട്? കുറേ 10 വർഷത്തിന് പുറത്തായി. ഞാൻ മുഴകൾ പലയിടത്ത് വന്നത് 2-3 എണ്ണം ഓപ്പറേഷൻ ചെയ്ത് കളഞ്ഞു. ഇതിനെ ഞാൻ കളയുന്നില്ല, ദൈവം തൊടട്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ. ഇപ്പം കർത്താവ് തൊടുവല്ലോ. ആൻറ്റി ചിരിച്ചോണ്ട് നിൽക്കണം. ആ കൈ അവിടെ നിങ്ങൾ എടുത്തേര്. ഹീലിംഗ് പവർ. നമ്മൾ 2-3 എണ്ണം ഓപ്പറേഷൻ ചെയ്തു. ഒത്തിരി കഷ്ടപ്പെട്ടില്ലേ? കഷ്ടപ്പെട്ടു. ഈ ആൻറ്റിയെ മാത്രം ഇവിടെ വെച്ച് ദൈവം സൗഖ്യമാക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഹീലിംഗ് പവർ യേശുവിന്റെ നാമത്തിൽ ഈ ആന്റി സൗഖ്യമാകട്ടെ. ആന്റി, എത്ര മഴയുണ്ടായിരുന്നു? 5-6 എണ്ണം ഉണ്ടായിരുന്നു. ഇവിടെ വരുന്നിടം വരെ അതുണ്ടായിരുന്നു. ഇപ്പൊ എന്ത് ചെയ്യേ? ഇപ്പൊ അവിടെ ഇല്ല. ഓപ്പറേഷൻ ചെയ്ത് മാറ്റതിനേക്കാൾ 6 മുഴകൾ ഇപ്പൊ അവിടെ ഇല്ല. ഹല്ലേലൂയ. മോളെ എന്തുവാ പേര്? സിമി. എത്ര നാളുകൊണ്ട് ഇവിടെ മഴ ഉണ്ടായിരുന്നു? 1 വർഷം. 1 വർഷത്തിലധികമായി മഴ ഇവിടെ വരുമ്പോഴും ഉണ്ടായിരുന്നു. ഇപ്പം പ്രാർത്ഥിച്ചപ്പോൾ എന്ത് ചെയ്യേ? അതവിടെ ഇല്ല. ഓ, കരങ്ങളെ അടിച്ചു സ്തോത്രം ചെയ്താട്ട്. 1 വർഷം വരെ ചുമന്നുകൊണ്ട് നടന്ന മഴ അവിടെ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ വരെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരൊറ്റ വാക്ക് പറഞ്ഞപ്പോൾ കീറി മാറ്റുന്നത് പോലെ ദൈവം അതിനെ ശക്തി മാറ്റി. ഇവിടെ വെളിപ്പെട്ടുകൊണ്ടിരുന്ന ദൈവവചനം നിങ്ങളുടെ ലൈഫിൽ ഒരു അത്ഭുതം വിളിച്ചു വരുത്തിയിട്ടുണ്ട്. നിങ്ങളുടെ മനസ്സിൽ പറയുന്നില്ലേ, ഒന്ന് പ്രാർത്ഥിക്കണോ? മുഴങ്കാലിലൊന്ന് നിൽക്കുക, 2 കൈകൾ സ്വർഗത്തിലേക്ക് ഉയർത്തുക, പ്രാർത്ഥിക്കാൻ തുടങ്ങുക. ലവ് യു ഫാദർ, ഞങ്ങളെ സ്നേഹിക്കുന്ന യേശുവേ, എന്നോട് ചേർന്ന മുഴങ്കാലുകളിൽ നിന്ന് അങ്ങയുടെ മുമ്പിൽ പ്രാർത്ഥിക്കുന്ന ഈ ജനത്തെ കൈകളിലോട്ട് തരിക. അവരുടെ പ്രശ്നത്തെ അങ്ങ്
തൊടണം. ഇപ്പോൾ അവരുടെ ജീവിതത്തിലെ ഇരുട്ടുകൾ മാറിപ്പോകട്ടെ. ഒരു ബാധ പോലെ കഴിഞ്ഞ നീണ്ട വർഷങ്ങളായി അവരെ അലട്ടുന്ന രോഗങ്ങൾ, കടഭാരങ്ങൾ, കടക്കെണികൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പൊട്ടിമാറട്ടെ കർത്താവ്. ഒരു ഭയങ്കര അത്ഭുതം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു കർത്താവ്. അങ്ങേ അത് ചെയ്തതുകൊണ്ട് സ്തോത്രം കർത്താവ്. ആമി, ഇവരുടെ ജീവിതത്തിൽ ഇന്ന് വരെ കാണാത്തൊരു നന്മ അവർക്ക് വെളിപ്പെടട്ടെ കർത്താവ്. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഞങ്ങളെ നേരിട്ട് കണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എല്ലാ വെള്ളിയും എല്ലാ ഞായറും കോട്ടയം KPS മെനാൻ ഹോൾ, എല്ലാ ബുധനും എല്ലാ ഞായറും ഓയിസ്റ്റർ കൺവെൻഷൻ സെൻറ്റർ തിരുവല്ല, എല്ലാ വ്യാഴാഴ്ചയും മൂവാറ്റുപുഴയിൽ. നിങ്ങൾ വരിക, നമുക്കൊന്നിച്ച് കാണാം. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യാം. നിങ്ങളുടെ വരുമാനത്തിൻ്റെ ഒരു ഭാഗം കൊണ്ട് ജനലക്ഷങ്ങളെങ്കിലും വചനം എത്തിക്കാം. നിങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യമുണ്ടോ? 24 മണിക്കൂറും താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക. നാളെ ഇതേ സമയം വീണ്ടും ഒന്നിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു. ബ്രദർ അനി ജോർജ് ദോഹയിൽ ശുശ്രൂഷിക്കുന്നു. ജൂൺ 27 മുതൽ ജൂലൈ 1 വരെ എല്ലാ ദിവസവും വൈകിട്ട് 5 മുതൽ 8 വരെ. ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡ്, ഹോൾ നമ്പർ 8, IDCC ബിൽഡിംഗ് നമ്പർ 1, റിലീജിയസ് കോംപ്ലക്സ്, ഖത്തർ. More details, Brother Tijo, 339 399 21.